സുപ്രധാനമായ വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പോറ്റി പുറത്തിറങ്ങുന്നത്. പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്ന കാര്യമാണ്, 3 മാസത്തിനകം. പക്ഷേ ഇത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നതാണ്. അതാണിപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കേസിനെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റൊരു കേസിലും ജാമ്യമുണ്ടായിരുന്നു. അതിനോടനുബന്ധമായ കേസിൽ കൂടി ജാമ്യം കിട്ടുന്നതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാമെന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മുരാരി ബാബു പുറത്തിറങ്ങിയിരുന്നു, ശ്രീകുമാർ പുറത്തിറങ്ങിയിരുന്നു. ഇങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം സ്വാഭാവിക ജാമ്യം കിട്ടുന്നു. ഇതിനിടയിലാണ് ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം 2 തരത്തിലുണ്ടാവുന്നത്. ഒന്ന്, കുറ്റപത്രം വൈകുന്നതിൽ SITക്ക് വിമർശനമുണ്ടായി. 2, സ്വാഭാവിക ജാമ്യം കിട്ടിയവരും കേസിൽ നിന്ന് മുക്തരാവുന്നില്ല, അവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന കാര്യം കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. എസ് വിനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീഷ്, വളരെ സുപ്രധാനമായ കാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? 2 കേസുകളിലും ജാമ്യം വരുന്നു. അതാണോ സംഭവിക്കുന്ന കാര്യം? ഇത് എത്ര കണ്ട് കോടതിയുടെ നിരീക്ഷണം എന്തെങ്കിലും ഇന്ന് ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവിക ജാമ്യം എന്ന നടപടിക്രമമാണോ അവിടെ സംഭവിച്ചത്? തീർച്ചയായും സജിത്ത്, അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ദ്വാരപാലക കേസിലാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭ്യമായില്ലായിരുന്നു. കാരണം 90 ദിവസം പിന്നിടാത്തത് കൊണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 31-ന് കട്ടളപ്പാളി കേസിൽ 90 ദിവസം പിന്നിട്ടതോടുകൂടി ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് കോടതി വിധി വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ വാദം പൂർത്തിയായതിനു ശേഷമാണ് ഇന്ന് വിജിലൻസ് കോടതി വിധി വന്നിരിക്കുന്നത്. 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമായി എന്നുള്ളതാണ്. ഉടൻ തന്നെ പുറത്തിറങ്ങാൻ സാധിക്കും. പക്ഷേ ഇതിൽ ഗൗരവമേറിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ED ചോദ്യം ചെയ്യാനുള്ള വലിയൊരു സാധ്യത നിലനിൽക്കുന്നു. കാരണം ED സമൻസ് നോട്ടീസ് അയക്കാനാണ് തുടർ നീക്കം എന്നാണ് അറിയുന്നത്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രതികളുമായിട്ടുള്ള രീതികൾ എല്ലാം തന്നെ വിശദമായിട്ട് ചോദിച്ചറിയാനായിട്ട് ഉള്ള വലിയൊരു നീക്കത്തിലേക്കാണ് നടക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയാലും EDയുടെ ചോദ്യമുനകൾക്ക് മുന്നിൽ ഉത്തരം നൽകേണ്ടി വരും എന്നുള്ളതാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഇന്ന് വിധി ഉണ്ടായത്. 2 കേസിലും, ഈ കട്ടളപ്പാളി കേസിലും അതുപോലെ തന്നെ ദ്വാരപാലക കേസിലും ജാമ്യം ലഭ്യമായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തിറങ്ങാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സജിത്ത് ചോദിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ കോടതിയുടെ നിരീക്ഷണം നിർണായകമാണ്. ഇതെല്ലാം തന്നെ, അതായത് ഈ SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് മറ്റ് പ്രതികളും സമാനമായ രീതിയിൽ ജാമ്യത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജാമ്യം തേടി പുറത്തിറങ്ങാനുള്ള വലിയ സാധ്യതയും നിലനിൽക്കുന്നു. നിലവിലിപ്പോൾ 3 പ്രതികളായിരുന്നു ഇറങ്ങിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ആയപ്പോൾ 4 പ്രതികൾ ജയിൽ മോചിതരായി മാറി എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2 കേസുകളിലും ജാമ്യം ലഭിക്കുന്നു. ആദ്യം ദ്വാരപാലക കേസിലാണ്, രണ്ടാമത് ഇപ്പോൾ കട്ടളപ്പാളി കേസിൽ. ഈ 2 കേസിലും ജാമ്യം കിട്ടുന്നതോടുകൂടി പുറത്തിറങ്ങാവുന്ന സാഹചര്യമാണ്. വിനീഷ്, ഒരു കാര്യമുള്ളത്, ഈ കേസിലെ മുഖ്യ പ്രതിയാണ്. എല്ലാ ആസൂത്രണവും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒറ്റ തലച്ചോറിൽ നിന്നാണ് ഉദയം ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് മറ്റുള്ളവരൊക്കെ ഇതിൽ വന്നിരിക്കുന്നത്. ഈ കേസിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പലരും സാങ്കേതികമായ കാരണത്താൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് കോടതി തന്നെ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് ഈ കേസിൻ്റെ തുടർ നടപടികളെ ബാധിക്കില്ലേ? കുറ്റപത്രം ഇതുവരെയും ആയിട്ടില്ല, അന്വേഷണം പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്ന വാദം SIT കോടതിയിൽ ഉന്നയിച്ചിരുന്നോ? അത് എങ്ങനെയാണ് അതിനെ SIT നോക്കിക്കാണുന്നത് ഈ സാഹചര്യങ്ങൾ? തീർച്ചയായും സജിത്ത്, ഇതിൻ്റെ വാദം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുകയാണെങ്കിൽ കർശന ഉപാധികളോടെ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കൊടുക്കാവൂ എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. മറ്റ് പ്രതികൾക്കും സമാനമായ രീതിയിൽ കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒരുപാട് നിബന്ധനകളുണ്ട്, കർശന ഉപാധികളുണ്ട്. ഈ ഉപാധികളിലൂടെ മാത്രമാണ് ഇപ്പോൾ ജാമ്യം ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിധി പകർപ്പ്, അതായത് ഈ ജാമ്യത്തിൻ്റെ വിധി പകർപ്പ് ഉടൻ തന്നെ ലഭ്യമാകുമെങ്കിൽ മാത്രമേ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തത വരികയുള്ളൂ. എന്തായാലും കർശനമായിട്ടുള്ള ഉപാധികളോടെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭ്യമായിരിക്കുന്നത്. സജിത്ത്, യെസ്, കർശന ഉപാധിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് എന്ന സാഹചര്യമുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വി വിനോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനോദ്,
ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. കാരണം പ്രതികൾ ഓരോന്നായി പുറത്തിറങ്ങുന്നു, സർക്കാർ ഒത്തുകളിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു, SIT അട്ടിമറിക്കുന്നു. ഇങ്ങനെ ആക്ഷേപം പ്രതിപക്ഷം അല്പസമയം മുമ്പ് നിയമസഭയിൽ ഉന്നയിച്ചതാണ്. പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന ആയുധമായി സ്വീകരിക്കുകയും ചെയ്തതാണ്. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത്. അപ്പോൾ പ്രതിപക്ഷം അന്വേഷണത്തിൻ്റെ പിഴവ് അതുമൂലം പുറത്തിറങ്ങുന്നു എന്ന വാദം ഉന്നയിച്ചുള്ള രാഷ്ട്രീയ നീക്കം നടത്താൻ, ഒന്നുകൂടി ശക്തമാക്കുന്ന നീക്കം നടത്താനുള്ള ഇടവയ്ക്കുന്നതാവില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം? അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ചർച്ചകളും എങ്ങനെയായിരിക്കും? TG, ഉറപ്പായും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ കോലാഹലത്തിന് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് SIT എന്ത് നടപടി ഇതിൽ സ്വീകരിച്ചു, കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചു, 90 ദിവസമായിട്ടും ഭാഗികമായ കുറ്റപത്രം പോലും നൽകുന്നതിന് SITക്ക് കഴിഞ്ഞില്ല. ഈ ഒരു നടപടി തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുക. സർക്കാരിനെ സംബന്ധിച്ച് അവിടെ വലിയ ആശ്വാസമായി ഉള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ പരാമർശമാണ്. ഹൈക്കോടതി പറഞ്ഞത് CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായത് CBI അന്വേഷണം ആവശ്യമില്ല, SIT അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്ന ഒരു വിലയിരുത്തലും നിരീക്ഷണവുമാണ് ഉണ്ടായത്. മാത്രമല്ല ഈ CBI അന്വേഷണം എന്ന ആവശ്യത്തെ ഹൈക്കോടതി തള്ളിക്കളയുകയും ചെയ്തു. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പിടിവള്ളിയാണ്. സാധാരണഗതിയിൽ പലപ്പോഴും കോടതി പരാമർശങ്ങളൊക്കെ സർക്കാരിനെ വെട്ടിലാക്കിയതായിരുന്നു. നേരത്തെ SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ പരാമർശങ്ങൾ, SITക്കെതിരെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തുകൊണ്ട് വൻ തോക്കുകൾ രക്ഷപ്പെടുന്നു, വലിയ സ്രാവുകളെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിന് പുറമെ അറസ്റ്റുകൾ ഒന്നിന് പിറകെ ഒന്നായി SITയുടെ ഭാഗത്തു നിന്ന് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ നിരവധി അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിൽ പോലും 90 ദിവസമാകുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന വെല്ലുവിളിയായി മാറിയത്. മാത്രമല്ല ഒരു ഭാഗികമായ കുറ്റപത്രമെങ്കിലും SITക്ക് സമർപ്പിക്കാൻ കഴിയുമായിരുന്നു. കാരണം സ്വർണ്ണക്കൊള്ള എന്നത് സംബന്ധിച്ച കാര്യം വ്യക്തമാണ്. മഹസറിൽ തിരുത്തൽ വരുത്തിയത്, പാളികൾ കൊണ്ടുപോയത്, അവിടെ ദേവസ്വം മാനുവൽ മറികടന്നത്, കൊണ്ടുപോയപ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ അതൊന്നും തന്നെ സ്പെഷ്യൽ കമ്മീഷണർ ഉൾപ്പെടെ അറിയിക്കാതെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്, അത് ഉരുക്കി മാറ്റി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി. ആദ്യം സ്ഥാപിച്ച പാളികളല്ല പിന്നീട് തിരികെ വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ SITക്ക് മുന്നിൽ വന്നൊരു കാര്യം VSSയുമായി ബന്ധപ്പെട്ട പരിശോധനകളാണ്. അവിടെ VSSC പരിശോധനയിൽ ഈ ചെമ്പ് തകിടുകൾ മാറിയോ എന്നതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വീണ്ടും പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ്. അവിടെ SITയെ സംബന്ധിച്ച് സർക്കാരിന് ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു ആരോപണം, സർക്കാരിനെ സംബന്ധിച്ച് VSSC നടത്തിയ പരിശോധന അതിൽ കാര്യങ്ങൾ കൃത്യമായി വരാത്തത് കൊണ്ട് തന്നെ SIT അതൊരു പിടിവള്ളിയാക്കുന്നു. അന്വേഷണം മുന്നോട്ട് പോകുന്നതിന് പ്രതിസന്ധിയുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും പരിശോധന നടത്തണമെന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കുറ്റപത്രം വൈകി എന്ന ഒരു ന്യായവാദമൊക്കെ മുന്നോട്ട് വയ്ക്കാൻ SITക്ക് കഴിയുന്നൊരു സ്ഥിതിയുണ്ട്. അവിടെയാണ് പ്രതിപക്ഷം കോടതി പരാമർശങ്ങൾക്കപ്പുറത്തേക്ക് ഈ പ്രക്ഷോഭം സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ കോടതി നടത്തുന്ന പരാമർശം അല്ലെങ്കിൽ SIT അന്വേഷണത്തിൽ തൃപ്തികരമാണ് കോടതിയുടെ നിലപാട് എന്ന് പറയുമ്പോഴും ആ നിലപാട് മുഖവിലയ്ക്കെടുക്കാതെ അതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന സമരത്തെക്കാൾ കൂടുതൽ ശക്തമായി ഇത് ഉന്നയിക്കുക എന്ന നിലയിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ തന്നെ സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് സഭയിൽ ഇന്ന് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം, അതിനെ ചെറുക്കാൻ ഭരണപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായി സഭയ്ക്ക് പുറത്തേക്ക് വരുന്നു. ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് തന്നെ ഭരണപക്ഷം മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം വിനോദ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ SIT അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്ന രാഷ്ട്രീയ ആക്ഷേപത്തിനപ്പുറം SITയുടെ വാദങ്ങൾ നല്ലൊരു അളവിൽ കോടതി ശരിവെച്ചതാണല്ലോ. അതായത് എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം അവർക്ക് ഉണ്ടാവുന്ന ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ വൈകൽ. ഉദാഹരണം, നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ സയൻറ്റിഫിക് സ്റ്റഡി അവിടെ നടത്തി, VSSC നടത്തിയ സ്റ്റഡിയിൽ തിരിച്ച അതേ പാളികൾ തന്നെ തിരികെ എത്തിച്ചു. അതായത് SITയുടെ ആദ്യ കണ്ടെത്തലിന് നേരെ ഘടകവിരുദ്ധമായ ചില കണ്ടെത്തൽ VSSC നടത്തി. അതൊരു വെല്ലുവിളിയായി. അതേസമയം സ്വർണ്ണമോഷണം ഉണ്ടായെന്ന കാര്യം VSSCയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ആ പഴുതുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ്, അതാണ് കുറ്റപത്രം വൈകൽ. ഇതാണല്ലോ SITയുടെ വാദം. ഈ വാദം യഥാർത്ഥത്തിൽ കോടതി അംഗീകരിക്കപ്പെട്ടതാണോ കോടതിക്ക് മുന്നിൽ?
ഈ കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ പോകുന്നത് അത് ഓരോ കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പ്രമാദമായ കേസുകളിൽ പോലും കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിയ ചരിത്രമുണ്ട്. അങ്ങനെ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇത് ഒരു ക്രിമിനൽ കേസ് എന്നതിനപ്പുറത്തേക്ക് വൈകാരികമായി തന്നെ വിശ്വാസികൾ ഏറ്റെടുത്ത ഒരു വിഷയമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്ത വിഷയമാണ്. തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നതാണ്. അയ്യപ്പ സംഗമം പോലുള്ള ബദൽ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ, അതായത് സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങാതെ നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇടുത്തി പോലെയാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതുണ്ടാക്കിയ കോലാഹലം ചെറുതല്ല. കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കെതിരെ ഉൾപ്പെടെ ഈ ആക്ഷേപം ഉയർന്നു വരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെയും കഴിഞ്ഞ ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെയും തൊട്ടു മുമ്പുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതിയിലെയും അംഗങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുന്നു. അവിടെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.